ഹലോ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ BA ഡിഗ്രി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്ന് നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഫോർ ദ റൈസ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ ഒരു വരവെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോളനൈസേഷന് ശേഷമാണ്. അപ്പോൾ അതുമുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റാണ് നോക്കുന്നത്. വായിച്ച് നോക്കാം. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഈസ് ബേസിക്കലി സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ബിഗാൻ വിത്ത് ദ എമർജൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇന്ത്യയിൽ വന്നത് കൊളോണിയലിസത്തിന് ശേഷമാണ്. ബ്രിട്ടീഷുകാരുടെ റൂളോട് കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ഏരിയ തന്നെ ഉണ്ടാകുന്നത്. ആസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്പ്രെഡ് ഇറ്റ്സ് വിങ്സ് ത്രൂ സദേൺ പെനിൻസുല, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റാർട്ടഡ് ടു ഗെറ്റ് ന്യൂവർ പോക്കറ്റ്സ് ഓഫ് ഇൻഫ്ലുവൻസ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1600-ലാണ്. അപ്പോൾ അത് മുതൽ തന്നെ അത് ഒരു നല്ല രീതിയിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. But it was still time for the first English book to capitalize. Late 17th century saw the coming of printing press in India, but the publications were largely confined to either printing Bible or government decrees. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600-ൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയെങ്കിലും ഒരു ഇംഗ്ലീഷിലൊരു ബുക്ക് വരാനായിട്ട് ഒരുപാട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്താണെങ്കിലും 17th സെഞ്ച്വറി ആയപ്പോഴേക്കും പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ആ സമയത്ത് പ്രസ്സിൽ പ്രിൻ്റ് ചെയ്തിരുന്ന ബുക്സ് എന്ന് പറയുന്നത് ബൈബിൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡേഴ്സ് ആയിരുന്നു. ദെൻ കെയിം ന്യൂസ് പേപ്പേഴ്സ്. ഇറ്റ് വാസ് ഇൻ 1779 ദാറ്റ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ നെയിംഡ് ഹിക്കീസ് ബംഗാൾ ഗസറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ബൈബിളും ഗവൺമെൻറ് ഓർഡേഴ്സും പബ്ലിഷ് ചെയ്യുമായിരുന്നു. അതിനുശേഷം വന്നതാണ് ന്യൂസ് പേപ്പേഴ്സ്. ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഹിക്കീസ് ബംഗാൾ ഗസറ്റ്. ദ ബ്രേക്ക് ത്രൂ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കെയിം ഇൻ 1793 AD when a person by the name of Sheikh Deen Muhammad published a book in London titled Travels of Deen Muhammad. This was essentially Muhammad's travel narrative that can be put somewhere between a non-fiction and a travelogue. It is relatively not so old as it is 1.5 centuries old. എന്നാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു മുന്നേറ്റം ഉണ്ടായത് 1793 അതായത് ഷെയ്ഖ് ദീൻ മുഹമ്മദ് എന്ന ഒരു വ്യക്തി, അദ്ദേഹം ലണ്ടനിൽ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് ട്രാവൽസ് ഓഫ് ദീൻ മുഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹം ഇന്ത്യനാണ്. ഹി വാസ് ബോൺ ഇൻ പാറ്റ്ന. അതിനുശേഷം ഹി ഇമിഗ്രേറ്റഡ് ടു ഇംഗ്ലണ്ട്. അദ്ദേഹം അങ്ങോട്ടേക്ക് പോയതാണ്. അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ലണ്ടനിൽ വെച്ചാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഒരു നോൺ ഫിക്ഷനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊരു ശരിക്കൊരു ട്രാവലോഗുമല്ല, ഒരു നോൺ ഫിക്ഷനുമല്ല. ഇത് രണ്ടിൻ്റെയും ഇടയിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ ട്രാവൽസ് ഓഫ് ദീൻ മുഹമ്മദ്. Early Indian writers used English unmixed by Indian words to dismiss an expression which was basically Indian. ആദ്യ കാലങ്ങളിൽ ഇന്ത്യൻ റൈറ്റേഴ്സ് ഒരു ഇംഗ്ലീഷ് ഉപയോഗിച്ചിരുന്ന സമയത്ത് കൂടുതലും ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കാതെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ വേർഡ്സ് ഉപയോഗിക്കാതെയാണ് ഒരു എക്സ്പ്രഷൻസ് കൺവേ ചെയ്തിരുന്നത്. Apart from the freedom struggle that awakened many of the Indians who fought for the freedom, the writers at that time were able to transmit their point of view, which ultimately helped to motivate and guide the crowds. The happiness of accomplishing the magnificent victory against the British rulers was suddenly spoiled by the shocking and traumatic partition of 1947. അപ്പോൾ ഇന്ത്യയിൽ ഫ്രീഡം സ്ട്രഗിൾ നടക്കുന്ന സമയത്ത് റൈറ്റേഴ്സിന്, പ്രത്യേകിച്ചും ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന റൈറ്റേഴ്സിന് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ സാധാരണക്കാരായ ആൾക്കാരിലും അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയാനും സാധാരണക്കാരിലോട്ട് അത് എത്തിക്കുന്നതിനും അവർക്ക് സാധിച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യക്ക്
ഫ്രീഡം കിട്ടുന്നു. ആ ഫ്രീഡം കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അത് 1947 തന്നെ പാർട്ടീഷനോടുകൂടെ അതൊരു ഷോക്കിംഗ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ടത് മാറിപ്പോകുന്നു. The horrors, tragic consequences and partition like the large-scale migration, adventurous looting and merciless massacres were portrayed by the writers in their works which captured the interest and imagination of the reader. The Indian English novels began to prove its mark towards the global dignified storyline. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് രണ്ടായിട്ട് ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടീഷൻ്റെ ഹൊറേഴ്സും അതിൻ്റെ ഒരു ട്രാജിക് കോൺസിക്വൻസസും അതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുടെ അതുപോലെ പല ലൂട്ടിങ് ആ സമയത്ത് നടന്നു, കൊള്ളകൾ നടക്കുന്നു, കൂട്ടക്കൊലകൾ നടക്കുന്നു, മസാക്കേഴ്സ് നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ റൈറ്റേഴ്സ് അവരുടെ വർക്കുകളിലൂടെ അത് എഴുതാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ഒരു നല്ല രീതിയിൽ വായനക്കാരിലോട്ട് എത്തുകയും അവരുടെ ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്ത്യൻ നോവൽസ് ഒരു ഗ്ലോബൽ തലത്തിൽ തന്നെ ഒരു ഡിഗ്നിഫൈഡ് ലെവലിലോട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന നോവൽസും സ്റ്റോറീസും ഒരു ഗ്ലോബൽ ലെവലിലോട്ട് തന്നെ അത് എത്തുന്നു. അവിടെ ഒരു എബിലിറ്റി അവിടെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. The first connection that we should be looking at is the introduction of the English language as a medium of instruction in India and the introduction of English literature as a subject in the universities. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വന്ന ഒരു കാര്യമായിരുന്നു ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് വരിക എന്നുള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു സബ്ജക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഒരു വൻ കുതിച്ചുകയറ്റമാണ് ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നത്. Earlier Indians have to meet two preconditions before writing a poetry in English. First, the English language had to be sufficiently Indianized to be able to express the reality of the Indian condition. Secondly, Indians had to be sufficiently anglicized to use the English language to express themselves. ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻസ് എഴുതി തുടങ്ങിയപ്പോഴേക്കും ഒരു പോയട്രി എഴുതി തുടങ്ങുന്ന സമയത്ത് അവർ രണ്ട് കണ്ടീഷൻസാണ് ഫുൾഫിൽ ചെയ്യേണ്ടിയിരുന്നത്. ഒന്നെന്ന് പറയുന്നത് അവർ കൃത്യമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇന്ത്യനൈസ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ഇന്ത്യൻ കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇന്ത്യനൈസ് ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തേത് ആ വ്യക്തികൾ തന്നെ ഇന്ത്യൻസ് തന്നെ ഇംഗ്ലീഷുകാരെ പോലെ അല്ലെങ്കിൽ ആംഗ്ലിസൈസ്ഡ് ആയിട്ട് മാറേണ്ടി വന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻസ് തന്നെ അവർ സ്വയം ആംഗ്ലിസൈസ്ഡ് ആകേണ്ടി വന്നു. അപ്പോൾ രണ്ട് രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വന്നു. അതായത് ഇന്ത്യൻ കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ കൾച്ചർ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇന്ത്യനൈസ് ചെയ്യേണ്ടി വന്നു. അതുപോലെ ഇന്ത്യൻസ് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ സ്വയം ആംഗ്ലിസൈസ്ഡ് ആകേണ്ടി വന്നു. ഇംഗ്ലീഷ് വാസ് ആസ് എ റിസൾട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോഡ്സ് ആൻഡ് ഓഫീസേഴ്സ്, thus displacing the traditional use of Arabic and Sanskrit as a mode of communication and documentation. അതിനുശേഷമായിട്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കോർട്ടിലും ഓഫീസസിലും എല്ലാ ഗവൺമെൻറ് ഏരിയയിലും സെക്ടേഴ്സിലും ട്രഡീഷണൽ അറബിക് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനെ മാറ്റിയിട്ട് ഇംഗ്ലീഷിനെ അവിടെ കൊണ്ടുവരേണ്ടി വന്നത് കമ്മ്യൂണിക്കേഷൻ്റെ രീതിയിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടും ഇംഗ്ലീഷ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. In 1835, Lord William Bentinck announced that the government would favor English language alone, therefore would move towards a knowledge of English literature and science through the medium of English language alone. 1835 ലോർഡ് വില്യം ബെൻറ്റിക് അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു: ഗവൺമെൻറ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ മാത്രമേ ഫേവർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എല്ലാവരും ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, സയൻസ്, യൂറോപ്യൻ സയൻസ്
ഇതിലോട്ടെല്ലാം ആ ഒരു നോളജിലോട്ട് എല്ലാവർക്കും മാറേണ്ടിയും വന്നു. അങ്ങനെ എഡ്യൂക്കേഷണൽ ഫീൽഡിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള ഇൻസ്ട്രക്ഷൻസാണ് കൂടുതൽ വന്നത്. അവിടെ പഠിപ്പിക്കുന്നതും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതുപോലെ വെസ്റ്റേൺ സയൻസും ആയിരുന്നു ത്രൂ ദ മീഡിയം ഓഫ് ഇംഗ്ലീഷ്. The period between 1850 and 1900 is the mimetic phase when the Indian poets were romantic poets in the Indian garb, or in George Bottomley's words, Matthew Arnold in a sari, or as some slanderingly observes, Shakuntala in a mini skirt. 1835 മുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ആയിരുന്നു മീഡിയം എന്ന് പറയുന്നത്. വെസ്റ്റേൺ സയൻസും ലിറ്ററേച്ചറും പഠിപ്പിച്ചു തുടങ്ങി. അതുപോലെ തന്നെ 1850 മുതൽ 1900 വരെയുള്ള ആ ഒരു കാലഘട്ടം അതൊരു മിമറ്റിക് പീരീഡ് ആയിരുന്നു. അതായത് ഇന്ത്യൻ പോയറ്റ്സ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് പോയറ്റ്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരുന്നത്. അതായത് ഇങ്ങനെ പറയാം, ഇന്ത്യൻ പോയറ്റ്സ് വെയർ റൊമാൻറ്റിക് പോയറ്റ്സ് ഇൻ ദ ഇന്ത്യൻ ഗാർബ്. ഇന്ത്യൻ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൊമാൻറ്റിക് പോയറ്റ്സിനെ പോലെ എഴുതിയിരുന്ന റൈറ്റേഴ്സായിരുന്നു ആ സമയത്ത് കൂടുതലുണ്ടായിരുന്നത്. ജോർജ് ബോട്ടംലെ പറയുന്നത് ഇങ്ങനെയാണ്, മാത്യു ആർണോൾഡ് ഇൻ എ സാരി. അതായത് ഇന്ത്യയിലെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷ് റൈറ്റർ എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരുന്നു ഇന്ത്യൻ റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. ചിലരത് പറയുന്നത് വളരെ സ്ലാൻഡറിങ്ങിൽ ചിലർ പറയുന്നത് ശകുന്തള ഇൻ എ മിനി സ്കേർട്ട്. അതായത് ഇന്ത്യയിലെ ക്യാരക്ടറായിട്ടുള്ള ശകുന്തള ഒരു വെസ്റ്റേൺ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് പോലെ. അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അവരെഴുതിയിരുന്നത്. The period from 1900 to 1947 is the absorptive period when the Indian poets still romantic tried to absorb the romanticism of the early 19th century. അതിനുശേഷം 1900 മുതൽ 1947 വരെയുള്ള ആ ഒരു കാലഘട്ടം അതും അബ്സോർപ്റ്റീവ് പീരീഡ് ആയിരുന്നു. അതായത് ഇന്ത്യൻ പോയറ്റ്സ് അപ്പോഴും റൊമാൻറ്റിക്സിനെ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ അവരെ അബ്സോർബ് ചെയ്ത് അവരെ ഫോളോ ചെയ്ത രീതി എഴുതുന്ന രീതിയിലായിരുന്നു കണ്ടിരുന്നത്. ആൻഡ് ദ ന്യൂ റൊമാൻറ്റിക്സ് ഓഫ് ദ ഡെക്കാഡൻ പീരീഡ് ഫോർ എക്സ്പ്രസിംഗ് ദ കോൺഷ്യസ്നെസ് ഓഫ് ദ ഇന്ത്യൻ റെനൈസൻസ് ബിറ്റ്വീൻ നാഷണലിസം ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ ഫ്രീഡം ഇൻ 1947. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യൻ റൈറ്റേഴ്സ് അവർ ആ ഒരു ഡെക്കാഡൻ പീരീഡിൽ എഴുതിയിരുന്ന റൈറ്റേഴ്സ് അവർ കൂടുതലും കോൺഷ്യസ് ആയിരുന്നത് ഇന്ത്യൻ റെനൈസൻസ്, അതുപോലെ ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ചേഞ്ച്, ഇതിനെക്കുറിച്ചെല്ലാം അവർ കൂടുതലായിട്ട് എഴുതാൻ ശ്രമിച്ചിരുന്നു. അൾട്ടിമേറ്റ്ലി അതൊരു പൊളിറ്റിക്കൽ ഫ്രീഡം 1947 പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടുന്നതിലോട്ട് എത്തിച്ചേർന്നു. The second generation poets were still romantic in spirit. The second generation poets still romantic in spirit were Sarojini Naidu, Tagore, Aurobindo Ghosh and Harindranath Chattopadhyaya. The poetic output of these poets was fecund in nature. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു സെക്കൻഡ് ജനറേഷൻ പോയറ്റ്സ് എന്ന് പറയാവുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് they were also in romantic spirit. ആ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് സരോജിനി നായിഡു, ടാഗോർ, അരബിന്ദ ഘോഷ്, ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ. അപ്പോൾ ഈ റൈറ്റേഴ്സൊക്കെയാണ് സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ന് പറയാവുന്നത്. അവരുടെ വർക്കുകൾ എന്ന് പറയുന്നത് കൂടുതലും അവരെടുത്തിരുന്ന തീംസും അതുപോലെ ഐഡിയാസ് എന്ന് പറയുന്നത് കൂടുതലും നേച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. റൊമാൻറ്റിസിസം ഓഫ് ദീസ് ഇന്ത്യൻ പോയറ്റ്സ് വാസ് ഡിസ്ട്രസ്ഡ് വിത്ത് നാഷണലിസം, സ്പിരിച്വാലിറ്റി ആൻഡ് മിസ്റ്റിസിസം. അവരുടെ വർക്കുകൾ റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ നാഷണലിസം ഉണ്ടായിരുന്നു, സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നു, മിസ്റ്റിസിസം, ഇതെല്ലാം അവരുടെ വർക്കിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇറ്റ് വാസ് therefore different from ഇംഗ്ലീഷ് റൊമാൻറ്റിസിസം. ഇന്ത്യൻ റൊമാൻറ്റിസിസം വൈഡൻഡ് ദ പോയറ്റ്സ് വിഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റൊമാൻറ്റിസിസം പോലെ അതിന് ഈക്വൽ അല്ല, അത് വ്യത്യാസമുള്ളതായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യൻ പോയറ്റ്സ് അവരുടെ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് അവർ കാണിച്ചിരുന്നു, സ്പിരിച്വാലിറ്റി അവരുടെ വർക്കുകൾ കൂടെ കാണാൻ കഴിയുമായിരുന്നു, മിസ്റ്റിസിസും അവർ എക്സ്പ്രസ് ചെയ്തിരുന്നു. While Aurobindo was the While Aurobindo's was the search for the divine in man, and Tagore's was the hunt for the beautiful in man and nature,
Both were philosophic poets. Sarojini Naidu's romantic impulse heightened the beauty and richness of traditional Indian life and culture. അരബിന്ദോയുടെ വർക്കുകൾ എന്ന് പറയുന്നത് മനുഷ്യനിലുള്ള ആ ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ കൺസെപ്റ്റ് അത് കണ്ടെത്താനുള്ള ഒരു സെർച്ചായിരുന്നു. എന്നാൽ ടാഗോസിൻ്റെ വർക്കുകൾ എന്ന് പറയുന്നത് പ്രകൃതിയിലും മനുഷ്യനും ഉള്ള അവരിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ അതിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരുന്നു ടാഗോറിൻ്റെ വർക്കുകൾ കാണിച്ചിരുന്നത്. ബോത്ത് വെർ ഫിലോസഫി പോയറ്റ്സ്. ടാഗോർ ആണെങ്കിലും അരബിന്ദോ ആണെങ്കിലും ഫിലോസഫി പോയറ്റ്സ് ആണ്. എന്നാൽ സരോജിനി നായിഡുവിൻ്റെ വർക്കുകൾ എന്ന് പറയുന്നത് അത് ട്രഡീഷണൽ ഇന്ത്യൻ ലൈഫും കൾച്ചറും എക്സ്പോസ് ചെയ്യുന്ന രീതിയിലായിരുന്നു സരോജിനി നായിഡുവിൻ്റെ വർക്കുകൾ വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ റൊമാൻറ്റിക് പോയറ്റ്സ് ആണെങ്കിലും പല പല രീതികളായിരുന്നു അവരുടെ വർക്കുകൾ എഴുതിയിരുന്നത്. പല ഐഡിയാസും പല കൾച്ചറുമായിരുന്നു അവർ എക്സ്പോസ് ചെയ്തിരുന്നത്. The beginning of the 20th century saw a gradual growth of the novel form in English in India. Ramesh Chandra Dutt was an important figure writing at that time. 20th സെഞ്ച്വറിയുടെ ബിഗിനിങ് ആയപ്പോഴേക്കും ഇന്ത്യയിൽ ഇംഗ്ലീഷ് നോവലുകളുടെ ഒരു ഗ്രാജുവലായ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫിഗറായിരുന്നു രമേശ് ചന്ദ്ര ദത്ത്. However, one name that stands apart from this body is that of Rabindranath Tagore. It would be inapt to appropriate him as a writer of English because he wrote with equal felicity and grace in Bengali. As a matter of fact, he was not known as a writer alone but as an equally accomplished poet, playwright and painter. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു വ്യക്തിയാണ് ടാഗോർ. അദ്ദേഹം ഒരു പോയിറ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു പ്ലേറൈറ്റും പെയിൻറ്ററും കൂടെയായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിലും എഴുതിയിരുന്നു, അതുപോലെ തന്നെ ബംഗാളിയിലും അദ്ദേഹം നല്ലതുപോലെ എഴുതിയിരുന്നു. ഇറ്റ് വാസ് ഇൻ ലേറ്റ് 70s that a new breed of convent, boarding school educated and elite class of novelists and writers started to work on English literature. The likes of Salman Rushdie, Vikram Seth, Amitav Ghosh and Dominic Lapierre set the literature world on fire. ലേറ്റ് 1970s ആ ഒരു കാലഘട്ടത്തിൽ കോൺവെൻറ്റിലും അതുപോലെ ബോർഡിംഗ് സ്കൂളുകളിലും എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട എലൈറ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുന്ന നോവലിസ്റ്റ് റൈറ്റേഴ്സ് അവർ ലിറ്ററേച്ചറിലോട്ട് ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തു. അവർക്ക് എക്സാമ്പിൾസാണ് സൽമാൻ റുഷ്ദി, വിക്രം സേത്ത്, അമിതാഭ് ഘോഷ്, ഡൊമിനിക് ലേപ്പിയർ എക്സെട്ര. അപ്പോൾ അവരുടെ എല്ലാം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അത് പറയപ്പെടുന്നത് ദ ലിറ്ററേച്ചർ സെറ്റ് ദ വേൾഡ് ഓൺ ഫയർ. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു വർക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. Rushdie's Midnight Children won Booker Prize in 1981 and sent the message loud and clear that Indians are here to stay. Arundhati Roy and Kiran Desai repeated the feat when they won Man Booker in the year 1997 and 2006 respectively. സൽമാൻ റുഷ്ദി അദ്ദേഹത്തിൻ്റെ മിഡ്നൈറ്റ് ചിൽഡ്രൻ 1981 ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു വർക്കാണ്. അതുപോലെ അരുന്ധതി റോയും കിരൺ ദേശായും അവരുടെ വർക്കുകൾ മാൻ ബുക്കർ പ്രൈസ് 1997 2006 അവർക്ക് രണ്ടുപേർക്കും മാൻ ബുക്കർ പ്രൈസ് കിട്ടി. In the meantime, a new crop of authors such as Pankaj Mishra, Chetan Bhagat, Jhumpa Lahiri, William Dalrymple, Hari Kunsru have arrived on the international scene and their writings are being appreciated around the globe. A special mention to Jhumpa Lahiri and her work. The inspiration of her work stems from the emotional crisis generated from cultural diaspora and identity crisis that Indians suffer from when they live outside the boundaries of their own culture and geographical setting. ഓക്കെ, അപ്പോൾ സൽമാൻ റുഷ്ദി, അരുന്ധതി റോയ്, കിരൺ ദേശായി ഇങ്ങനെയുള്ള റൈറ്റേഴ്സിന് വളരെ ഫേമസ് ആയിട്ടുള്ള മാൻ ബുക്കർ പ്രൈസ് അതുപോലെ ബുക്കർ പ്രൈസൊക്കെ അവർക്ക് വിൻ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം വരുന്ന ജനറേഷനിൽ ഉൾപ്പെടുന്ന റൈറ്റേഴ്സാണ് വായിച്ച് കേട്ടതുപോലെ പങ്കജ് മിശ്ര, ചേതൻ ഭഗത്, ജുംബ ലാഹിരി ഇങ്ങനെയുള്ള റൈറ്റേഴ്സ്. അതിൽ ജുംബ ലാഹിരി സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്നുണ്ട്. കാരണം അവരുടെ വർക്കുകളെന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവപ്പെടുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഡയസ്പോറയിൽ നിന്ന് വരുന്ന
വ്യക്തികളുടെ ഇമോഷണൽ ക്രൈസിസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന വർക്കുകളായിരുന്നു. അത് ഒരു സ്വന്തം രാജ്യമോ അല്ലെങ്കിൽ സ്വന്തം ജിയോഗ്രഫിക്കൽ ഏരിയ വിട്ട് ആ ഒരു ബൗണ്ടറി കടന്നു പോയി ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫും അവരുടെ ഇമോഷണൽ, അവരുടെ ആങ്സൈറ്റി, അങ്ങനെയുള്ള അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു പ്രത്യേകിച്ച് ജുംബ ലാഹിരി പോലുള്ള റൈറ്റേഴ്സിൻ്റെ വർക്കുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ കുറച്ച് കാലം കൊണ്ടാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇത്രയും വളരെ വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിപ്പെടുന്ന രീതിയിലും പല ഇൻ്റർനാഷണൽ ലെവലിൽ കിട്ടുന്ന അവാർഡുകൾ എടുക്കുന്ന രീതിയിലോട്ടും വളർന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് നമുക്ക് അറിയുന്നത് പോലെ കൊളോണിയലിസം വന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് വന്നു, അതിനുശേഷം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിന് മെക്കാളയുടെ മിൻസ് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ളത് കാര്യങ്ങളെല്ലാം മെക്കാളയുടെ മിൻസിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം സ്കൂളുകളിലും കോളേജുകളിലതുപോലെ ഇൻസ്ട്രക്ഷൻ മീഡിയം ഇംഗ്ലീഷായിട്ട് മാറ്റുന്നു. അതുപോലെ കോർട്ടുകളിലും ഗവൺമെൻറ് ഓർഡർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ന്യൂസ് പേപ്പർ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷിലോട്ട് വരുന്നു. അപ്പോൾ അതിനുശേഷം റൈറ്റേഴ്സും എഴുതി തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്താണ് ഫ്രീഡം സ്ട്രഗിളിൻ്റെ നടക്കുന്ന സമയത്ത് ഒരുപാട് റൈറ്റേഴ്സിന് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഫ്രീഡം കിട്ടുന്ന സമയത്തും പാർട്ടീഷൻ ഉണ്ടാകുന്നു. ആ സമയത്തുള്ള റൈറ്റേഴ്സ് ഒരുപാട് പാർട്ടീഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അവിടുത്തെ ആൾക്കാർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ വർക്കുകളിലൂടെ സാധിച്ചു. അതിനുശേഷം ഇന്ന് വരെയും ആ ഒരു ഡെവലപ്മെൻറ്റ് വളരെ പെട്ടെന്ന് നല്ല രീതിയിലുള്ളൊരു വളരെ സ്ലോയിലുള്ളൊരു ഡെവലപ്മെൻ്റ് അല്ല, വളരെ സ്പീഡി ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെർച്ച് ചെയ്യുക, കൂടുതൽ വായിച്ച് കൂടുതൽ പോയിൻറ്റ്സ് ഇതിനോട് ആഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.